ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഈ ഒരു സെറ്റിൻ്റെ റീവർക്കാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മളിപ്പോൾ 2.1 ആയിട്ടാണ് നമ്മളിത് റീസെറ്റ് ചെയ്യണത്. ഇതിൽ നമ്മൾ ഈ ട്രാൻസ്ഫോമർ നമ്മൾ യൂസ് ചെയ്യും, പിന്നെ ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഈ ഒരു സെക്ഷൻ നമ്മൾ യൂസ് ചെയ്യും, പിന്നെ ഈ ഫാന്, സ്പീക്കർ സോക്കറ്റുകൾ, പിന്നെ ഈ ഒരു ബോർഡ്, ഇത് നമ്മൾ സബിൻ്റെ ബോർഡാണ്, ഇത് നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ഈ കാണുന്ന നമ്മൾ ഇതിൽ യൂസ് ചെയ്യാൻ പോണ സ്റ്റീരിയോ ബോർഡ് ഇതാണ്. ഇതിൽ ടിപ്പ് 30, 55, 29, 55 പെയർ വരുന്ന ട്രാൻസിസ്റ്ററാണ് അതിൽ യൂസ് ചെയ്തതാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ 3-വേ ടോൺ കൺട്രോളർ ബോർഡ്. ഇതാണ് ഇതിൻ്റെ സബ് ഫിൽട്ടർ ബോർഡ്. അപ്പോൾ ഇതിൽ നമ്മൾ കുറേ ഓൾട്രേഷനൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഇത് സർവീസ് ചെയ്തെടുത്ത ബോർഡാണ്. ഇതിലെല്ലാ ബോർഡും നമ്മൾ സർവീസ് ചെയ്തെടുത്ത ബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ സർവീസിങ് വീഡിയോ കാണണമെങ്കിൽ, ഓൾട്രേഷനൊക്കെ കാണണമെങ്കിൽ നമ്മൾ മുമ്പത്തെ വീഡിയോകൾ കാണാം. അപ്പോൾ ഈ സെറ്റ് നമുക്ക് ഫസ്റ്റ് തന്നെ സ്പ്രേ പെയിൻ്റ് അടിച്ചിട്ട് സെറ്റാക്കാം. അപ്പോൾ നമ്മൾ സ്പ്രേ പെയിൻ്റൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പാർട്സുകൾ നമുക്ക് നോക്കാം. ഇത് അതിലേക്ക് വേണ്ട ഫാന്, പിന്നെ ഇത് പവർ സെക്ഷൻ, കഴിഞ്ഞാൽ ഇത് സബിൻ്റെ ബോർഡ്. ടിപ്പ് 30, 55, 30, 55 അതിൻ്റെ പെയർ. ഇത് 29, 55, 30, 55 ടിപ്പിൻ്റെ തന്നെ സ്റ്റീരിയോ ബോർഡ്. പിന്നെ ഇത് 3-വേ ടോൺ കൺട്രോളർ ബോർഡ്. പിന്നെ ഇതിൻ്റെ സബിൻ്റെ ഫിൽട്ടർ ബോർഡ്. ഇത് സ്പീക്കർ പ്രൊട്ടക്ഷന്, വോളിയം കൺട്രോളർ, പിന്നെ വയറിങ്, റിബൺ വയറും സ്പീക്കർ വയറും. ഫ്രണ്ട്സ്, നമ്മുടെ ലേഔട്ട് അടിച്ച് ഡ്രില്ലടിച്ച് നമ്മുടെ ബോർഡൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ട്രാൻസ്ഫോമറിൽ നിന്നുള്ള സപ്ലൈ കൊടുത്തിടാം. അതായത് ഇതിൻ്റെ 2 സപ്ലൈ വരുന്നുണ്ട്, ഒരു 20-020, ഒരു 12-012. അത് 2 സപ്ലൈ നമുക്ക് എടുത്തിട്ട് ഈ 2 പവർ സെക്ഷനിലേക്ക് കൊടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പം നമ്മുടെ ട്രാൻസ്ഫോമറിൽ നിന്നുള്ള നമ്മുടെ വയറിങ് കഴിഞ്ഞു. ഇനി നമ്മൾ ട്രാൻസ്ഫോമറിൽ നിന്നെടുത്ത് ബ്രിഡ്ജ് റെക്ടിഫയർ വഴി, കപ്പാസിറ്റർ വഴി ഫിൽട്ടർ ചെയ്ത് നമ്മൾ കണക്ഷൻ എടുത്തു കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഈ കാണുന്ന 2 ബോർഡിലേക്കും നമ്മൾ വയറിങ് കൊടുക്കണം. 2ലേക്ക് ഒരു കണക്ഷനാണ്. അപ്പോൾ നമുക്ക് ഈ 2ഉം കൂടി മെർജ് ചെയ്യിക്കാം ആദ്യം. ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ ഈ 2 ബോർഡും തമ്മിൽ ഒരു സിംഗിൾ സ്റ്റാൻഡ് വയർ ഇട്ടിട്ട് ഇതിൻ്റെ ഗ്രൗണ്ട്, പോസിറ്റീവ്, നെഗറ്റീവ് തമ്മിൽ മെർജ് ചെയ്യിച്ചിട്ടുണ്ട്. ഇനി ഈ 2 ബോർഡിൽ ഏതെങ്കിലും ഒരു ബോർഡിലേക്ക് സപ്ലൈ കൊടുത്താൽ മതി. നമ്മൾ മെയിൻ 2 പവർ ആമ്പിലേക്കുള്ള കണക്ഷൻ കൊടുത്തേക്കാണ്, പവർ സപ്ലൈയുടെ പോസിറ്റീവ്, ഗ്രൗണ്ട്, നെഗറ്റീവ്. അപ്പോൾ ഈ ഒരു ബോർഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ 2 ബോർഡിലേക്കും എത്തിയുള്ളൂ. അപ്പോൾ അതിൻ്റെ വയറിങ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിനുള്ള സപ്ലൈയാണ് കൊടുക്കുന്നത്. സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിന് നമ്മൾ 12 വോൾട്ടാണ് കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ പവർ ആമ്പിന് 20 വോൾട്ടാണ് കൊടുത്തത്. അപ്പോൾ ആ സെക്ഷനിൽ നിന്നല്ല, നമ്മൾ വേറൊരു സെക്കൻഡ് ടാപ്പിങ്ങിൻ്റെ ഒരു സെക്ഷൻ എടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് വേണം കൊടുക്കാൻ. അതിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന കണക്ഷന് ഒന്ന് സ്പീക്കർ പ്രൊട്ടക്ഷന്, പിന്നെ വന്നിട്ട് ഫാന്, പിന്നെ ഒരു LED ലൈറ്റ്. അപ്പോൾ ഈ 3നുള്ള സെക്ഷനാണ് ഈ 2ാമത്തെ ടാപ്പിങ് 12 വോൾട്ടിൽ നിന്ന് നമ്മൾ എടുക്കണം. അപ്പോൾ നമുക്ക് ആ കണക്ഷൻ നോക്കാം. സ്പീക്കർ പ്രൊട്ടക്ഷനിൽ ഇതിൽ AC ആണ് ഒരു മെൻഷൻ ചെയ്തേക്കണം, നമ്മൾ DC ആണ് കൊടുക്കണം. ഒന്നുമില്ല, ഒരു AC മെൻഷൻ ചെയ്യുമ്പോൾ ഒരു 0-ഉം 2 പ്ലസും ഡയോഡ് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ഡയോഡിലേക്കും ഒരു ഗ്രൗണ്ടും മാത്രം കണക്ഷൻ കൊടുത്താൽ മതി DC ആകുമ്പോൾ. ഇനി സ്പീക്കർ പ്രൊട്ടക്ഷൻ്റെ സ്പീക്കർ ലൈനിലേക്കുള്ള കണക്ഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ ഫ്രം ആമ്പ് ടു സ്പീക്കർ എന്ന് പറഞ്ഞിട്ട് 2 സെറ്റപ്പ് കാണാം. അതിൽ ഫ്രം ആമ്പ് എന്ന് ഉള്ളിടത്തേക്ക് സ്പീക്കറിൻ്റെ 2 ചാനലിൻ്റെയും പോസിറ്റീവ് ലീഡ് കൊണ്ടുവന്നിട്ട് 2 ചാനലിൽ കൊടുക്കുക, പിന്നെ ഒരു ഗ്രൗണ്ടും കൊടുക്കുക. 2 സ്പീക്കറിലേക്ക് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മുടെ സ്പീക്കർ ടെർമിനലിൻ്റെ 2 ചാനലിലേക്കും കൊടുക്കുക. സ്പീക്കർ ടെർമിനലിലേക്ക് വേണ്ട ഗ്രൗണ്ട് വന്നിട്ട് നേരിട്ട് നമ്മൾ ഈ ആംപ്ലിഫയറിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയുള്ള അതിൻ്റെ കണക്ഷൻ. നമ്മളിപ്പോൾ വയറിങ് വന്നിട്ട് മെയിൻ പവർ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടും പവർ സപ്ലൈയും കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പീക്കർ പ്രൊട്ടക്ഷൻ്റെ ഫുള്ള് വയറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻപുട്ട് സെക്ഷനാണ് കൊടുക്കാനുള്ളത്. ഇൻപുട്ട് സെക്ഷനിൽ ഒരു BT ബോർഡ് ഇതിൽ വരും. പിന്നെ ഇത് സബിൻ്റെ ഫിൽട്ടർ ബോർഡാണ്. പിന്നെ നമുക്ക് ബ്ലൂടൂത്തിൻ്റെ പാനലിൻ്റെ കണക്ഷനാണ്. ബ്ലൂടൂത്തിൻ്റെ ഒരു 5 വോൾട്ട് റെഗുലേറ്ററൈസാണ് ഇവിടെ വരുന്നത്. ഇനി ഒരു 12 വോൾട്ടിൻ്റെ റെഗുലേറ്ററൈസേഷൻ കൊടുക്കണം, കാരണം നമ്മൾ 20 വോൾട്ട് ലൈനിൽ നിന്നാണ് സപ്ലൈ എടുക്കണം. ഫ്രണ്ട്സ്, പിന്നെ നമ്മൾ ഇതിൻ്റെ BT ബോർഡിൻ്റെ കണക്ഷനാണ് കൊടുക്കാൻ പോകണം. അപ്പോൾ ഇതിലേക്ക്
ഇതുകൊണ്ട് കണക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്ലസ് മൈനസ് ഗ്രൗണ്ട് ഇവിടെ കൊടുക്കണം. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട്, പിന്നെ ബേസ് മിഡ് ട്രിബിള് വോളിയം. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ കണക്ഷൻ. അപ്പോൾ ഇതിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ എടുത്ത് കൊടുത്താൽ മതി. ബാസ് മിഡ് ട്രിബിള്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ വോളിയം, ഔട്ട്പുട്ട്, ഇൻപുട്ട്, പവർ സപ്ലൈ. ഇത്രയാണ് ഇതിൻ്റെ കണക്ഷൻ. അപ്പോൾ നമുക്കത് കൊടുക്കാം. ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ ഇതിൽ കൊടുത്തു. പിന്നെ വോളിയം കൺട്രോളറിലേക്കുള്ള കണക്ഷൻ കൊടുത്തതാണ് അതിൻ്റെ വോളിയം കൺട്രോളർ. ഇനിയിപ്പോൾ നമുക്കുള്ളത് സബ് ഫിൽറ്ററിൻ്റെ ബോർഡിലേക്കുള്ളതാണ്. സബ് ഫിൽറ്ററിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പവർ സപ്ലൈ BT ബോർഡിനും സബ് ഫിൽറ്ററിനും ഒരേ ലൈനിൽ നിന്ന് തന്നെ എടുക്കണം. അപ്പോൾ 2 BTക്ക് കൊടുത്ത ഈ വയറിൻ്റെ ഒപ്പം തന്നെ കൂട്ടി പിരിച്ചിട്ട് മുറിച്ച് ചെയ്തിട്ട് നമ്മൾ പവർ സപ്ലൈക്കുള്ള വയറ് ഇതെടുത്തുണ്ട്. ഇനി ഇത് കൊണ്ടിട്ട് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഗ്രൗണ്ടിലേക്ക് വിടണം. ഇനിയിപ്പോൾ നമ്മൾ ഇൻപുട്ടാണ് കൊടുക്കണം. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സബ് ഫിൽറ്ററിലേക്കും BT ബോർഡിലേക്കും ഒരേ ഇൻപുട്ട് തന്നെയാണ് ഉള്ളത്. ഈ ഇൻപുട്ട് വരുന്നത് ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ നിന്നാണ്. ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ നിന്ന് 3 വയർ വരും. ഒന്ന് റൈറ്റ്, പിന്നെ ഒന്ന് ലെഫ്റ്റ് ചാനൽ, പിന്നെ ഒന്ന് ഗ്രൗണ്ട്. ഈ റൈറ്റ് ലെഫ്റ്റ് ഗ്രൗണ്ട് വന്നിട്ട് നമ്മൾ ബാസ് ട്രബിൾ ബോർഡിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കണം. ഇതേ ഇൻപുട്ട് തന്നെയാണ് നമ്മൾ ബാസ് ട്രബിൾ ബോർഡിൽ നിന്ന് എടുത്തിട്ട് നേരെ സബ് ഫിൽറ്ററിൻ്റെ ഇൻപുട്ടിലേക്കും കൊടുക്കണം. അപ്പോൾ ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ നിന്ന് വരുന്ന ഇൻപുട്ട് എടുത്തിട്ട് നമ്മൾ ബാസ് ട്രബിൾ ബോർഡിലേക്ക് കൊടുക്കുന്നു. ബാസ് ട്രബിൾ ബോർഡിൽ നിന്ന് അതേ ഇൻപുട്ട് എടുത്തിട്ട് നമ്മൾ ഈ സബ് ഫിൽറ്ററിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കണം. ഇനി സബ് ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ട് വന്നിട്ട് നേരെ സബ് ഫിൽറ്ററിൻ്റെ വോളിയം കൺട്രോളറാണിത്. ഇതിൻ്റെ ഫസ്റ്റ് പിന്നിലേക്ക് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ സെൻറ്റർ പിന്നിൽ നിന്ന് വരുന്ന ഒരു വയർ എടുത്തിട്ട് നേരെ ഈ സബിൻ്റെ മെയിൻ ആമ്പിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കണം. പിന്നെ ഗ്രൗണ്ട് വരുന്നത് സബ് ഫിൽറ്ററിൻ്റെ ഗ്രൗണ്ട് നേരിട്ടെടുത്തിട്ട് നമ്മൾ വോളിയം കൺട്രോളിലേക്കല്ല കൊടുക്കുക. നേരെ വന്നിട്ട് നമ്മൾ ഇതിൻ്റെ സബിൻ്റെ മെയിൻ ആംപ്ലിഫയറിൻ്റെ, അതായത് ഈ ബോർഡിൻ്റെ ഗ്രൗണ്ടിലേക്ക് കൊടുക്കണം. ഈ ബോർഡിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ നേരെ ഒരു വയർ എടുത്തിട്ട് സബിൻ്റെ വോളിയം കൺട്രോളറിൻ്റെ ഗ്രൗണ്ടിലേക്കും കൊടുക്കണം. അതുപോലെ BT ബോർഡിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. BT ബോർഡിലും ഇതേ സെയിം തന്നെയാണ് പ്രോസസ്സ്. പക്ഷേ ഈ BT ബോർഡിൽ വോളിയം കൺട്രോളറെന്നും ഔട്ട്പുട്ടെന്നും സെപ്പറേറ്റ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇത്രയും കോംപ്ലിക്കേഷൻ ഇല്ല. ഫ്രണ്ട്സ്, ഇനി ഇതിൻ്റെ ബ്ലൂടൂത്തിൻ്റെ കണക്ഷനാണുള്ളത്. ബ്ലൂടൂത്തിൻ്റെ കണക്ഷൻ ആകെ 2 കണക്ഷനാണ് വരുന്നത്. ഒന്ന് അതിൻ്റെ ഔട്ട്പുട്ട്, പിന്നെ ഒന്ന് വോൾട്ടേജ്. 5 വോൾട്ട് റെഗുലേറ്റർ IC വെച്ചിട്ട് നമ്മളതിന് ഒരു വോൾട്ടേജ് കൊടുക്കണം. പിന്നെ അതിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇതിൻ്റെ BT ബോർഡിലേക്ക് ഒരു ഇൻപുട്ട് കൊടുക്കണം. അപ്പോൾ ഇത്രയുള്ള അതിൻ്റെ കണക്ഷൻ. അപ്പോൾ അതും കൂടി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇനി നമുക്ക് ഇതിൽ ഒന്ന് ഓഡിയോ ഇട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക. ഓക്കെ.
നമ്മൾ ഈ ഇതിന് 2 ചാനലിനും സബിനും എല്ലാം കൂടി ഒറ്റ പവർ സപ്ലൈ ആണ് യൂസ് ചെയ്തേക്കണേ. ശരിക്കും ഇത് ആ പവർ സപ്ലൈന് പോരാ. ശരിക്കും ഇതിന് ഒരു 27 ആംപിയർ കൊടുത്താലാണ് കറക്റ്റ് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. കാരണം നമ്മൾ 12 ഇഞ്ചിൻ്റെ സബ്-വൂഫറാണ് ഇതിൽ ലോഡ് ചെയ്തേക്കണത്, ഓഡിയോക്സിൻ്റെ സബ്-വൂഫറാണ് ലോഡ് ചെയ്തേക്കണത്. അപ്പോൾ നമ്മൾ ഇതിൽ കൊടുത്തേക്കണത് പവർ സപ്ലൈ പോരാ. എന്നിരുന്നാലും നമ്മൾ അത് ഇൻപുട്ട് എന്താണ് അതിൻ്റെ സബിൻ്റെ ഫിൽട്ടർ ബോർഡ് കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് കൊടുത്തുകൊണ്ടാണ് ഈ റിസൾട്ട് അതിന് കിട്ടണത്. वीडियोस बनाने हैं, फिल्मोरा है ना।